തിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനിടെ ലോറിയുടെ റേഡിയേറ്ററിന്റെ ഭാഗം കണ്ടെത്തി. ഡ്രഡ്ജർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തി. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ് ഷിരൂരിൽ നിന്ന്. സിജു, നിലവിൽ രാവിലെ ഇന്നൊരു സ്കൂട്ടറിന്റെ ഭാഗം കണ്ടെത്തി, ഒപ്പം തന്നെ റേഡിയേറ്റർ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഒരു ലോറിയുടെ ടയറും ആക്സിൽ അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോഴും ഈ അർജുൻ്റെ ലോറി എന്ന് കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല. എന്താണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ ഏറ്റവും പൂർണ്ണമായ വിവരങ്ങൾ? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? സിജു, അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോവാൻ കഴിയില്ല. അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്ന് വ്യക്തതയില്ല. പക്ഷേ ഒരു ട്രക്കിൻ്റെ റേഡിയേറ്ററിൻ്റെ ഭാഗം, ലോഹഭാഗം കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള ഡൈവിംഗ് വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധന നടത്തുന്നു. ആ സ്ഥലത്ത്, അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുകയാണ് പ്രധാനമായും നടക്കുന്നത്. വലിയ അളവിൽ മണ്ണ് നീക്കം ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മാത്രം മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. അതേസമയം തന്നെ ഈ CP4 നിന്ന് മാറി തൊട്ട് താഴെ 100 മീറ്ററോളം താഴെ മാറി CP3 ഈശ്വർ മാൽപ്പെ പരിശോധന നടത്തുന്നുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്ക് ഇന്ന് പരിശോധന നടത്താൻ അനുമതി നൽകിയിരുന്നില്ല. CP4 പരിശോധന നടത്തേണ്ടതില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CP3 പരിശോധന നടത്തുന്നുണ്ട്. അവിടെ പരിശോധന നടത്തുമ്പോഴാണ് ഒരു സ്കൂട്ടർ കണ്ടെത്തിയത്. ഇവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണൻ്റേതാണോ എന്ന് സംശയിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് നിരവധി മരത്തടികളും ഉള്ളതായി ഈശ്വർ മാൽപ്പെ അറിയിച്ചു. ഇപ്പോൾ CP4 കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CP3 നിന്നോ CP4 നിന്നാണ് എവിടെയാണ് കണ്ടെത്തിയത്? ഒരേ സ്ഥലത്ത് നിന്നാണോ ഈ വാഹനങ്ങളും വാഹനഭാഗങ്ങളും കണ്ടെത്തിയത്? CP4 നിന്ന് മാറി 50 മീറ്റർ താഴെ പരിശോധന നടത്തുമ്പോഴാണ് ഈ ട്രക്കിൻ്റെ റേഡിയേറ്ററിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. വലിയ അളവിൽ മണ്ണ് നീക്കം ചെയ്യുന്നില്ല. ഈ സംശയകരമായ ലോഹത്തിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയാണ് ലക്ഷ്യം. ആ സ്ഥലത്ത് കയർ കൊണ്ട് എന്തോ ബന്ധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല, വ്യക്തതയില്ല. മുങ്ങൽ വിദഗ്ധർ ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തി. ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പരിശോധന ഇപ്പോൾ തുടരുന്നു. CP4 ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ് പരിശോധന നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാഹനത്തിൽ ഈ ഹിറ്റാച്ചിയിൽ എന്തോ കയറുൾപ്പെടെയുള്ള സാധനങ്ങൾ എന്തോ ബന്ധിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. അത് പുറത്തേക്ക് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുടുംബത്തിൻ്റെ ആവശ്യമനുസരിച്ചുകൊണ്ട് ഈ CP4 നാവികസേന സോണാർ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയ സ്ഥലത്ത്, മെറ്റൽ സാന്നിധ്യം കൂടുതലായി ഉള്ളതായി കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ചുറ്റുമായി 50 മീറ്റർ ചുറ്റളവിൽ കൃത്യമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ അധികൃതർ ഇതിൽ ബന്ധിപ്പിച്ച കയറല്ലാതെ മറ്റൊരു കയർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതെന്താണെന്ന വ്യക്തതയില്ല. അന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ ട്രക്കിൽ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹഭാഗം മിനിഞ്ഞാന്ന് കണ്ടെത്തിയിരുന്നു. ഇത് ഏതാണ്ട് ഇതേ സ്ഥലത്ത് നിന്നാണ് ആ ലോഹഭാഗം കണ്ടെത്തിയത്. അതേ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഒരു റേഡിയേറ്ററിന്റെ ഭാഗമായി നിലവിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് പ്രധാന നീക്കം എന്ന് പറഞ്ഞാൽ മണ്ണ് നീക്കുക എന്നുള്ളതാണ്. എത്ര ടൺ, എത്ര അടി ആഴത്തിൽ മണ്ണ് നീക്കേണ്ടി വരും ഇനി കൂടുതൽ ഈ വ്യക്തമായ കാര്യങ്ങളിലേക്ക് വ്യക്തത വരാൻ? സിജു, പല സ്ഥലങ്ങളിൽ പല തോതിലാണ് മണ്ണ് അടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ആഴമുണ്ട്. ഇപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ കൈകൾ ഏറ്റവും ആഴത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ കൂടുതലായി മണ്ണ് നീക്കുക എന്നത് ലക്ഷ്യമല്ല. അങ്ങനെ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പോവുക എന്നതല്ല ലക്ഷ്യം. ഓരോ സ്ഥലത്ത് മുങ്ങി പരിശോധന നടത്തി അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിറ്റാച്ചിയുടെ കൈകളിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട്. അത് കയറാണോ എന്നറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ വസ്തുക്കൾ കിട്ടുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താനാണ് തീരുമാനം. നിലവിൽ പൂർണ്ണമായും ഇവിടെ നിന്ന് മണ്ണെടുത്ത് മാറ്റുക എന്നത് ശ്രമകരമാണ്. അത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. അത്രത്തോളം മണ്ണ് നീക്കം ചെയ്യുക സാധ്യമല്ല. ഇപ്പോൾ എന്തോ ഒരു വാഹനത്തിന്റെ ഒരു പാർട്സോ എന്താണെന്ന് വ്യക്തതയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടുതൽ അതിലേക്ക് കേന്ദ്രീകരിച്ചാൽ നമുക്ക് സിജു തുടരാം.
ഒരു കയറാണ് ഇപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ കൈകളിൽ കുടുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അറ്റത്ത് മറ്റെന്തോ ഉണ്ട്. അതെന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അത് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ അത് കൂടുതൽ മുകളിലേക്ക് ഉയർത്തണം. ഒരു കയർ ഈ ഹിറ്റാച്ചിയുടെ കൈകളിൽ കുടുങ്ങിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കൈകളിൽ കുടുങ്ങിയിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ഈ ഇവരുടെ ഡൈവിംഗ് വിദഗ്ധർ, സ്കൂബ ഡൈവേഴ്സ് മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആ ദൃശ്യങ്ങൾ വ്യക്തമായി പുറത്തേക്ക് കാണേണ്ടതുണ്ട്. ഇപ്പോൾ വെള്ളത്തിനടിയിൽ തന്നെയാണ് അതുള്ളത്. അതുകൊണ്ട് അത് പുറത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്കത് എന്താണെന്ന് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കൂ. ആ സ്ഥലത്തേക്ക് കൂടുതൽ ദൃശ്യങ്ങൾ തരാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ മുങ്ങൽ വിദഗ്ധൻ അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പരിശോധന നടത്തുകയാണ്. ഏതായാലും ആ കയറിന്റെ അറ്റത്ത് എന്തോ ഒരു വസ്തു ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതെന്താണ് എന്ന് കൃത്യമായും മനസ്സിലാക്കണമെങ്കിൽ അത് കൂടുതൽ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഒരു സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് അവിടെ നിന്ന് കണ്ടെത്തിയത് ചില ലോഹഭാഗങ്ങൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തി, ലോറിയുടെ റേഡിയേറ്റർ കണ്ടെത്തി, കഴിഞ്ഞ ദിവസം തന്നെ തടികൾ കണ്ടെത്തി. എല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അർജുൻ വന്ന തടി ലോറി അത് ഈ വലിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിലേക്ക് പോയി അതിൻ്റെ ഓരോരോ ആയിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇനി കണ്ടെത്തേണ്ടതുമുണ്ട്. മറ്റു 3 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ലോറിയിൽ കെട്ടിയിരുന്ന കയറാണെന്ന് നമുക്ക് ആദ്യ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ അടക്കം ഇറങ്ങി പരിശോധിക്കുന്ന കയറിനോടൊപ്പം തന്നെ മറ്റെന്തോ വസ്തു കൂടി കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് കുറച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ തൊട്ട് മുൻവശത്ത് ഡ്രഡ്ജറിൻ്റെ മുൻഭാഗത്താണ് ഉള്ളത്. അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യം നമുക്ക് നൽകാൻ കഴിയും. ഏതാണ്ട് ഒരു 10 മീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ദൃശ്യം വ്യക്തമായി നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാഹനത്തിൻ്റെ എൻജിൻ ഭാഗമെന്ന് സംശയിക്കുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് കൃത്യമായും വ്യക്തത വരണമെങ്കിൽ അത് പുറത്തേക്കെടുത്ത് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതെന്താണെന്ന് വ്യക്തമാകൂ. അത് കൃത്യമായും മുകളിലേക്കെടുത്ത് പരിശോധന നടത്തണം. എൻജിൻ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി സൂം ചെയ്ത് കൊടുത്താൽ കൃത്യമായും മനസ്സിലാകും. അത് ഇപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ കയറിൽ ബന്ധിച്ച് വാഹനത്തിൻ്റെ ഒരു ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന എഞ്ചിൻ്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ഏതായാലും വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. അതിപ്പോൾ ഡ്രഡ്ജറിലേക്ക് മാറ്റുമോ അല്ലെങ്കിൽ കരയിലേക്ക് മാറ്റുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിപ്പോൾ അല്പസമയത്തിനകം പുറത്തേക്ക് എടുക്കും. ശരി സിജു കണ്ണൻ, ഏതായാലും ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് ഒരു യന്ത്രഭാഗം, എഞ്ചിനാണെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു യന്ത്രഭാഗം കിട്ടിയിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരും. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരടക്കം അവിടെ പരിശോധന നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ ഒരു സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ ഒരു ലോറിയുടെ റേഡിയേറ്റർ കണ്ടെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു എൻജിൻ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള യന്ത്രഭാഗം കൂടി കണ്ടെത്തിയിട്ടിരിക്കുന്നത്. ഏതായാലും പരിശോധന അതിൻ്റെ ശരിയായ ദിശയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ വെല്ലുവിളിയായി മഴയും, ഈ ശിരൂരിൽ കനത്ത മഴയും പെയ്യുന്നുണ്ട്. ഏതായാലും മുങ്ങൽ വിദഗ്ധർ നിലവിൽ CP4-ലും CP3-ലും അടക്കം പരിശോധന നടന്നിട്ടുണ്ട്. ഇപ്പോൾ CP3-ക്ക് അരികിൽ, അതായത് CP4-ൽ നിന്ന് 50 മീറ്റർ അകലെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്നത് ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് എടുത്ത എൻജിൻ ഭാഗം, വാഹനത്തിൻ്റെ എൻജിൻ ഭാഗമാണ്. ഏത് വാഹനമാണെന്ന് സംബന്ധിച്ച വ്യക്തത വരുന്നില്ല. പക്ഷേ ഏറെക്കുറെ ഉറപ്പിക്കാനാകുന്നുണ്ട് ഒരു എൻജിൻ ഭാഗം തന്നെയാണ് എന്നുള്ളത് സംബന്ധിച്ച്. അത് ഏത് ലോറിയുടേതാണോ മറ്റു വാഹനത്തിൻ്റേതാണോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും എടുത്ത ആ യന്ത്രഭാഗം ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക് മാറ്റുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.